ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. ഇത് എത്ര നേരായി? ഈ വീടടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കാനൊന്നും പറഞ്ഞില്ലല്ലോ. ആ പട്ടിക്കൂടൊന്ന് കഴുകിടാനല്ലേ പറഞ്ഞോളൂ. അല്ല മോളെ, അപ്പൊ മോളില് വാഷിംഗ് മെഷീനിൽ തുണി എടുത്തുകൊണ്ടേ വിരിക്കാൻ പറഞ്ഞില്ലേ? പിന്നെ മലമറിക്കണ പണിയല്ലേ അത്. എന്തെങ്കിലും ഒരു പണി പറഞ്ഞാലേ അത് എടിപിടിയെന്ന് ചെയ്യണം, അല്ലാതെ ഇങ്ങനെ ആടിപ്പാടി നടക്കരുത്. എന്നിട്ട് പട്ടിക്കൂട് കഴുകിയാ തുണികള് വിരിച്ചാ? ആ ചെയ്തു. ആ മോളെ, എന്താണ്? ഒരു കട്ടൻ ചായ ഇട്ട് തരാമോ? അയ്യോ, കട്ടൻ ചായ മാത്രം ആക്കണെന്തിനാ? ഒരു ബർഗറും കൂടി ആയിക്കോട്ടെ. കട്ടൻ ചായ ഇങ്ങനെ സമയാസമയം ചായയും കടിയൊക്കെ ചോദിച്ചാലേ മകനിവിടെ ചായക്കടയൊന്നും നടത്തണില്ല. പോരാത്തതിന് ചായപ്പൊടിയും പഞ്ചസാരയൊക്കെ ഫ്രീ ആയിട്ട് ആരും കൊണ്ട് തരണൂല്ല. എങ്കിൽ കുറച്ച് ചൂടുവെള്ളമെങ്കിലും താ മോളെ. അയ്യോ, വെള്ളം ചൂടായത് മാത്രം അങ്ങനെ ഇറങ്ങുള്ള. വേണമെങ്കി പോയി അപ്പുറത്ത് പച്ചവെള്ളം ഇരിപ്പുണ്ട്, പോയി എടുത്തുകൂടി. ദേ അവിടെ നിന്നേ, ദേ അവിടെ നിന്നേ, അവിടെ നിന്നേ. കൈയൊക്കെ ശരിക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളം എടുക്കാവോ, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. ഈ ചായ കൂടിയും വെള്ളം കൂടിയും. വെള്ളം കുടിച്ചിട്ട് വന്ന് ഈ കാറ് വേഗം കഴുകിടണം. ഞങ്ങക്ക് നാളെ എന്റെ വീട്ടിൽ പോവാനുള്ളതാ. കാറ് എളുപ്പം കഴുകി കഴിഞ്ഞാ കഞ്ഞി തരാം. അത് ആടിപ്പാടി സമയം കളഞ്ഞാ ആ കഞ്ഞി ഞാൻ പട്ടിക്ക് കൊടുക്കും. അതാവുമ്പോ വീടിന് കാവലെങ്കിലും ഉണ്ടാവും. ഈ പരുവത്തിലാണെങ്കി കഞ്ഞി പട്ടിക്ക. ഒന്നങ്ങ് ആഞ്ഞ് നടക്കന്റെ അപ്പ. ഓ, ഇങ്ങനെയുണ്ടോ മനുഷ്യര്? മോളെ, എന്താണ്? അല്ല, കാറ് ഞാൻ വൈകിട്ട് കഴുകിക്കോളാം. വൈകിട്ട് കഴുകിക്കോണം, അല്ലെങ്കിൽ രാത്രി പട്ടിണി ആയിരിക്കുള്ളൂ. അവിടെ കഞ്ഞി കൊണ്ടുതരാ. എന്തു പറഞ്ഞാലും നാണില്ലാത്തൊരു മനുഷ്യൻ. മറ്റുള്ളവർ നിങ്ങളോട് എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അങ്ങനെ തന്നെ നിങ്ങൾ അവരോടും പെരുമാറുവിൻ. ലൂക്ക 6:31. എന്നാ കഴിക്ക്. എന്താ, എന്നെ തല്ലണോ? ഞാൻ പറഞ്ഞില്ലേ ഇത് പട്ടിക്കുള്ളതാന്ന്. വേണ്ടെങ്കി വേണ്ട. ഓ, പരീസേട്ടാ, കുറച്ച് ദിവസമായാലോ കണ്ടിട്ട്. ഇപ്പം അങ്ങനെ പഴയതുപോലെ ഒന്നും പുറത്തേക്ക് ഇറങ്ങാറില്ല. അതെന്ത് പറ്റി? ഇടയ്ക്ക് എനിക്ക് ചെറിയ രീതിയിലൊരു തലകറക്കം. ഡോക്ടറെ ഒന്ന് കാണായിരുന്നില്ലേ? പ്രഷറും ഷുഗറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തായിരുന്നോ? എല്ലാം കുറവശയുണ്ട്. അല്ല, മരുന്ന് കഴിക്കുന്നുണ്ട്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല. എന്നാലും ചെറിയൊരു പേടി. വല്ലയിടത്തും തലയിറങ്ങി വീഴുന്നല്ലേ? അങ്ങനെ അങ്ങ് പേടിച്ചാലോ? കുറേയൊക്കെ മനസ്സിൻ്റെ തോന്നലാ. സൂക്ഷിച്ചാൽ മതി. അധികം ദൂരത്തേക്കൊന്നും പോകരുത്.
അങ്ങനെയൊന്നുമില്ല. ഏറിയാൽ ആ മാനുവലിന്റെ വീട് വരെ. അത് മതി. ഒട്ടും പുറത്തേക്ക് ഇറങ്ങാതെ വീട്ടിൽ ഫുൾ ടൈം കുത്തിയിരിക്കരുത്. അത് കൂടുതൽ അസുഖങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. എന്നിട്ടിപ്പോൾ മാനുവലിൻ്റെ വീട്ടിലേക്കാ? അതെ, ഉണ്ട്. പുള്ളി അവിടെയുണ്ട്. ഞാൻ പോരുമ്പോൾ വരാന്തയിൽ പത്രം വായിച്ചിരിപ്പുണ്ടായിരുന്നു. ഞാൻ കയറി സംസാരിച്ചിട്ടാണ് പോകുന്നത്. ഓ, ഞാൻ സ്ഥിരം കാണാറുണ്ട്. അതുവഴിയാണല്ലോ ഞാൻ വരെയും പോവുകയൊക്കെ ചെയ്യുന്നത്. അപ്പനും നിങ്ങൾ രണ്ടുപേരും എന്തിനും ഏതിനും മുന്നിലുണ്ടാകുമായിരുന്നല്ലോ. ആ, അതൊക്കെ ഒരു കാലം. അപ്പനാ ഞങ്ങളുടെ ലീഡർ. അടുത്ത മാസം 25-ാം തീയതി വരുമ്പോൾ ജോസഫ് മരിച്ചിട്ട് 5 വർഷം അല്ലേ? അതെ. കുറച്ചു മുമ്പ് മാനുവലേട്ടും പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾ വേളാങ്കണ്ണിക്ക് പോയ കഥ. ആ, 10-15 വർഷം തുടർച്ചയായി ഞങ്ങൾ പോയിട്ടുണ്ട്. അതും ഞങ്ങൾ 3 പേര് മാത്രം. അറിയാം. ശരിക്കും ആ കാലമൊക്കെ ഇപ്പോഴെന്ന പോലെ ആലോചിക്കാറുണ്ടല്ലേ? ആ, അങ്ങനെയൊന്നും മറക്കാൻ പറ്റുമോ? ആ, ഒരു കണക്കിന് അവൻ ജോസഫ് ഭാഗ്യമുള്ളവനാ. ഒന്നും കാണാനും കേൾക്കാനും ഒന്നും നിൽക്കാതെ നേരത്തെ അങ്ങ് പോയല്ലോ. എന്താ എന്തോ വിഷമമുള്ള പോലെ സംസാരിക്കുന്നത്? ഒന്നുമില്ല. രാവിലത്തെ കാപ്പിയുടെയൊക്കെ കഴിഞ്ഞോ? ഓ, കഴിഞ്ഞു. എങ്കിൽ പിന്നെ ഞാനങ്ങ് ചെല്ലട്ടെ മോനെ. ആ, ശരി. അല്ല, ആ, മാഷൊന്ന് സ്കൂളിൽ പോയില്ലേ? ഇല്ല, പോയില്ല. ഓ, ഞാൻ ലീവാ. ആ, എങ്കിൽ ഞാനങ്ങ് നടക്കട്ടെ മോനെ. ആ, പ്രായം ചെന്ന് നരച്ചവരുടെ മുന്നിൽ ആദരപൂർവം എഴുന്നേൽക്കുകയും അവരെ ബഹുമാനിക്കുകയും വേണം. നിന്റെ ദൈവത്തെ ഭയപ്പെടുക. ലേവ്യർ 19-ാം അധ്യായം 32-ാം വാക്യം. എന്താടാ, എന്ത് പറ്റിയടാ? കുറച്ച് നടക്കാമെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇവിടെ വന്ന് ഈ നിൽപ്പ് തുടങ്ങിയിട്ട് എത്ര നേരമായി നീ? എന്താടാ, എന്താ പറ്റിയത് നിനക്ക്? എടാ, ശരിക്കും പറഞ്ഞ എനിക്ക് ജീവിതം മടുത്തടാ. ആത്മഹത്യ പാപമാണെന്ന് അറിയാവുന്നതുകൊണ്ട് മാത്രമാണ് ഞാനത് ചെയ്യാതിരിക്കുന്നത്. അല്ലേ പിന്നെ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോണം. ഇതിനും വേണ്ടി എന്തുണ്ടായി? മകൻ വഴക്കുകളെന്നും പറഞ്ഞോ? എടാ, ഞാൻ എൻ്റെ കുടുംബത്ത് ഇപ്പോ ഒരധികപ്പറ്റ. എന്ന് വെച്ചാ? എന്ത് പറഞ്ഞാലും ചെയ്താലും കുറ്റം. ശരിക്കും പറഞ്ഞ മതിയായടാ. അവള് കൊച്ചുരഹസ്യ ഭാഗ്യവതിയാ. ഇതൊന്നും കാണേണ്ടി വന്നില്ലല്ലോ. ഞാൻ എന്തു പറഞ്ഞാ നിന്നെ ആശ്വസിപ്പിക്കുക? എല്ലാം ശരിയാകുമെന്നു? അല്ലെങ്കിൽ നിന്റെ മകൻ ജോർജിനെയും അവന്റെ ഭാര്യയെയും ഞാൻ വിളിച്ച് സംസാരിക്കാമെന്നോ? അതൊന്നും കൊണ്ട് ഈ പ്രശ്നങ്ങൾ അവസാനിക്കില്ല. ഇതെന്റെ അവസാനം വരെ കാണും. പിന്നെ ഞാനിപ്പോ നിന്നോടിത് പറഞ്ഞത് ഇങ്ങനെ സംസാരിച്ചു കഴിയുമ്പോ മനസ്സിന് കുറച്ച് ആശ്വാസം കിട്ടും. അതാ. മനസ്സിലായടാ. എനിക്ക് പിന്നെ എൻ്റെ ശാരീരിക അസ്വസ്ഥതകളല്ലാതെ വേറെ ഒരു പ്രശ്നമില്ല. മക്കൾ എന്നെ പൊന്നുപോലെയാ നോക്കുന്നത്. അതിനൊറ്റ കാരണമുള്ളൂ, നീ ചെയ്യാത്തൊരു കാര്യം ഞാൻ ചെയ്തു. അതെ, എനിക്കുള്ളതെല്ലാം എൻ്റെ കാലശേഷം മാത്രമേ അവർക്ക്, മക്കൾക്ക് അനുഭവിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ ഒരു പക്ഷേ
എൻ്റെ ഗതി ഇത് തന്നെ ആയേനെ. എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ലടാ. സ്വത്തും പണവും ഒന്നും നോക്കാതെ തന്നെ മാതാപിതാക്കളെ വിഷമിപ്പിക്കാതെ സ്നേഹിക്കുന്നവർ ഒത്തിരി പേരില്ലേ? തെറ്റെൻ്റെ ഭാഗത്ത് തന്നെയാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരായി വളർത്താൻ എനിക്ക് സാധിച്ചില്ല. നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. അരുതാത്തതൊന്നും എൻ്റെ മനസ്സിൽ തോന്നാതിരിച്ചേ. എന്താടേ ഇത്? നിനക്ക് മരുന്ന് കഴിക്കാൻ സമയമായില്ലേ? പോവാം. ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. ഫിലിപ്പി 4:6 ആ വരീസേട്ട ഇപ്പോഴാണ് വരുന്നത്? അതെ. എനിക്ക് ആ ജോസഫേട്ടനെ കാണേണ്ട കാര്യമുണ്ടായി. ഓ, മാനുവലേട്ടനെ കണ്ടായിരുന്നോ? ആ, ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് നടന്നു. അവന് മരുന്ന് കഴിക്കാൻ സമയമായി. എനിക്കാണെങ്കിൽ കുറച്ച് ക്ഷീണം തോന്നുന്നുണ്ട്. പോയിട്ട് കുറച്ചു നേരം കിടക്കണം. എങ്കിൽ പിന്നെ ചേട്ടൻ നടന്നോ? ആ, ഏതായാലും അങ്ങോട്ട് പോയതുപോലെയല്ല കേട്ടോ, ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്ന് ഉഷാറായിട്ടുണ്ട്. അപ്പാ അപ്പരങ്ങി വന്നേ. എന്താ മോനെ? എന്താ മോനെന്നാ എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ. അപ്പനിത് എന്തിൻ്റെ കേടാണ്? അപ്പൻ അവള് പറയണങ്ങനെ അനുസരിച്ചാ എന്താ കുഴപ്പം? വീട്ടിൽ വെറുതെ ഇരിക്കല്ലേ? വെറുതെ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട്. ഇവിടെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന സമയം പോരെ അവിടെ എന്തെങ്കിലും പറഞ്ഞാൽ ചെയ്തു കൊടുക്കാൻ. അത് പറഞ്ഞപ്പോ എന്തിനാ അപ്പനീ മാറ്റി നോക്കണത്? എടാ മോനെ, ഞാൻ അതിനൊന്നും പറഞ്ഞില്ല. കാറ് കഴുകിടാൻ പറഞ്ഞപ്പോൾ അത് വൈകിട്ട് ചെയ്താൽ പോരേന്ന് ചോദിച്ചു. കാറ് കഴുകാതിരുന്നത് നല്ല സുഖമില്ലായിരുന്നത് കൊണ്ടാണ്. അപ്പനപ്പ കഞ്ഞി കഴിക്കാതെ ദേഷ്യത്തിൽ എഴുന്നേറ്റ് പോയതാ. അത് അപ്പനിതിപ്പോ എവിടെ പോയതാണ്? ഞാൻ ആ മാനുവലിൻ്റെ വീട് വരെ പോയതാ. സുഖമില്ലാത്ത ആളാണ് ഈ 8 വീട്ടിൽ പട്ടിയുടെ പോലെ തേരാപ്പാര നടക്കണത്. മാന്യമര്യാദക്ക് കഴിയുന്നവരാ ആ മാനുവലായിട്ടൊക്കെ. എപ്പോഴും അയാളുടെ കൂടെ നടന്ന് ഇനി അയാളെ കൂടി ചീത്തേക്ക്. എടാ, അതിന് ഞാൻ എന്തു ചോദിച്ചാലുള്ള ഈ തർക്കുത്തം പറിച്ചിട്ടുണ്ടല്ലോ, അത് അയാളെ കൂടി പഠിപ്പിച്ചിട്ട് അയാളുടെ വീട്ടിൽ കൂടി കുഴപ്പമുണ്ടാക്കാൻ നോക്ക്. എടാ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്. ഒന്നും പറയണ്ട എൻ്റെ പൊന്നപ്പ. ഉപകാരമൊന്നും ചെയ്തില്ലെങ്കിലും വേണ്ട. മനുഷ്യനെ ഉപദ്രവിക്കാണ്ടിരുന്നാൽ മതി. അപ്പം വീട്ടിൽ പോകാൻ നോക്കിയേ, എന്നിട്ട് ആ കാറ് എഴുതാൻ നോക്ക്. അല്ലെങ്കിൽ ചിലപ്പോൾ രാവിലെ കഞ്ഞി കിട്ടാത്ത പോലെ ഇനിയിപ്പോൾ ഊണും തരൂല അവള്. അതും പറഞ്ഞ് എന്നോട് പരാതി പറയാൻ വരരുത്. അപ്പം ചെല്ലാൻ നോക്കിയേ. പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്. മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിൻ്റെ ശാപമേൽക്കും. പ്രഭാഷകൻ 3:16 ചെല്ലി. ഒന്നും പറയണ്ട മാഷേ, വല്ലാത്ത തലവേദനയാണ്. എന്നിട്ട് മരുന്നൊന്നും വാങ്ങിയില്ലേ? ആഹാ, അത് കൊള്ളാം. എൻ്റെ മാഷേ, എനിക്ക് തലവേദന എന്നല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ആർക്ക തലവേദന? ഓ, എൻ്റെ മാഷെ ആർക്കും തലവേദന ഒന്നുമില്ല. ഞാൻ ഒന്ന് മുഴുവൻ പറയട്ടെ, എന്നിട്ട് മാഷ് പറയും. ഇപ്പൊ പോയില്ലേ എൻ്റെ അപ്പൻ, പുള്ളിക്കാരൻ വീട്ടിലേ ഒരു വല്ലാത്ത തലവേദന എന്നാണ് ഞാൻ പറഞ്ഞത്. വല്ല വൃദ്ധസനത്തിൽ കൊണ്ട് ആക്കിയാലാണ് ആലോചിക്കണത്. അല്ല മാഷ് എങ്ങോട്ടാണ്? വീട്ടിലൊക്കെ അല്ലേ? ഞാനും ആ വഴിക്കാണ്. വാ മാഷ്. ഞാൻ പറയുന്നത് കുറച്ച് ക്ഷമയോടെ കേൾക്കാൻ ജോർജിന് സാധിക്കുമോ? അതെന്താ മാഷെ മാഷ് അങ്ങനെ പറഞ്ഞത്? മാഷിനൊക്കെ എൻ്റെ മനസ്സിലേ നല്ലൊരു സ്ഥാനം ഞാൻ തന്നിട്ടുണ്ട്. മാഷിൻ്റെ അപ്പനും എൻ്റെ അപ്പനും ആ മാനുവലേറ്റനും ഒക്കെ
ഒന്നിച്ച് കളിച്ച് ചിരിച്ച് വളർന്ന കൂട്ടുകാരല്ലേ. അതിനേക്കാളൊക്കെ അപ്പുറത്ത് പ്രായം കൊണ്ട് നമ്മളൊക്കെ ഏതാണ്ട് വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ മാഷ് എന്നേലും മുന്നിലല്ലേ. പിന്നെ ഈ മാഷിന് നാട്ടിലുള്ള ഇമേജ്. അങ്ങനെയുള്ള നിങ്ങളെപ്പോലുള്ളവരുടെ സംസാരം കേൾക്കുന്നത് തന്നെ മനസ്സിന് സന്തോഷം തരുന്ന കാര്യമല്ലേ മാഷെ. മാഷ് പറയൂ മാഷെ. പലരും 60-ൻ്റെയും 70-ൻ്റെയും ഒക്കെ ജീവിതാനുഭവവും സ്നേഹവും കെട്ടിപ്പൂട്ടി മനഃപൂർവ്വം അന്തസ്സിൻ്റെയും അഭിമാനത്തിൻ്റെയും പേരിൽ വൃദ്ധസദനങ്ങളിലേക്ക് തള്ളുകയാണ്. ഇത്തരം വൃദ്ധരുടെ സാമീപ്യവും ഇടപെടലും കൊണ്ട് പല കുടുംബ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നുണ്ട്. കുട്ടികൾക്ക് മുത്തശ്ശി കഥയായും ആഴങ്ങളുള്ള സ്നേഹം പകർന്നു നൽകുന്നവരായുമെല്ലാം ഇവരൊക്കെ ഓരോ വീടുകളിലും വേണ്ടേ? ഇതുപോലുള്ള പല പല യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാതെ പലരും പ്രായമായവരുടെ സ്നേഹങ്ങൾ ഇല്ലാതാക്കുന്നു. ഇവരൊക്കെ ഇങ്ങനെ കൂടെ ഉണ്ടാകുക എന്നതാ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം അല്ലേ? ജീവിത പ്രാരാബ്ദങ്ങൾക്കിടയിലും വൃദ്ധരായ മാതാപിതാക്കളെ സമയം കണ്ടെത്തി സ്നേഹിക്കുകയും പരിചരിക്കുകയും ചെയ്യണം. കൂടാതെ മാതാപിതാക്കളെയും വൃദ്ധരെയും ആദരിക്കുകയും അനുസരിക്കുകയും സ്നേഹിക്കുകയും ഒപ്പം അവരെ ശുശ്രൂഷിച്ചും വളരാൻ കുട്ടികളെ പ്രാപ്തരാക്കണം, പഠിപ്പിക്കണം. ഇത്രയും ഞാൻ പറഞ്ഞത് ഇതുപോലെ ജോർജിനെ പോലെ ആ സ്നേഹത്തിന് പരിഗണന കൊടുക്കാതെ തിരിച്ചറിയാതെ നഷ്ടപ്പെടുത്തിയ ഒരാളാണ് ഞാൻ. കേട്ടിട്ടില്ലേ, കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ കാഴ്ച അറിയില്ലെന്ന്? അമ്മയുടെ സ്നേഹം, അപ്പൻ്റെ വാത്സല്യം, ഇതൊക്കെ ആഗ്രഹിക്കുന്ന എത്രയോ ആളുകളുണ്ട്. ഇവരുടെ ഒന്നും ആഗ്രഹം നടക്കില്ല. കാരണം അവരൊക്കെ ഇവരുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് എപ്പോഴേ പോയി കഴിഞ്ഞു. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കുന്നു. പിതാവിനെ ബഹുമാനിക്കുന്നവനെ അവന്റെ മക്കൾ സന്തോഷിപ്പിക്കും. അവന്റെ പ്രാർത്ഥന കർത്താവ് കേൾക്കും. പ്രഭാഷകൻ 3-ാം അധ്യായം 4-5 വാക്യങ്ങൾ. പിന്നെ എന്നെപ്പോലുള്ളവർക്ക് ഇതൊക്കെ ആഗ്രഹിക്കാമെന്ന് മാത്രം. വാ പോവാം. വേണ്ട മാഷെ, ഞാൻ പറഞ്ഞു. അപ്പരിങ്ങ മാറി ആ കപ്പിങ്ങ വേണ്ടടാ, നിന്റെ ഡ്രസ്സൊക്കെ നനയും. അതൊന്നും സാരമില്ല. ഇങ്ങനെ ഇങ്ങോട്ട് മാറി. അല്ലേ, ഞാനിതെന്താണ് കാണുന്നത്? ചേട്ടനെ കപ്പിങ് തന്നെ. ജഡി നീ അകത്തൂലെ പഴയണ്ടാ നോക്ക്. അപ്പം പോയിട്ട് കുളിച്ചിട്ട് നോക്കിയേ. എങ്കി പിന്നെ കുളിപ്പിച്ചേ പുത്തനുടുപ്പിടിച്ചേ ഒരു രൂപക്കൂട്ടി കയറ്റിയിരുത്ത്. നിങ്ങളാ കപ്പിങ് തന്നെ. ദാ ആ കാറ് കഴുകിട്. ചേട്ടൻ വന്നേ. ഒരു ഒറ്റടി തന്നിട്ടല്ല. ഇനി ഇവിടെ അപ്പനെ കൊണ്ട് എന്തെങ്കിലും പണിയെടുപ്പിച്ചു അറിഞ്ഞ ഇതായിരിക്കില്ല എന്റെ വിധം. ഇതേ ഇവിടത്തെ വേലക്കാരനല്ല, കുടുംബനാഥനാ എന്റെ അപ്പൻ. തുണി കലക്കലും പട്ടിക്കൂട് കഴുകലും കാറ് കഴുകലും എല്ലാം നിന്റെ ജോലിയാണ്. വേണമെങ്കിൽ ഞാൻ നിന്നെ സഹായിക്കാം.
കണ്ടോടി, പറയടി മാപ്പ്. വേണ്ട മോളെ. മകനെ, പിതാവിനെ വാർദ്ധക്യത്തിൽ സഹായിക്കുക. മരിക്കുന്നതുവരെ അവന് ദുഃഖമുണ്ടാക്കരുത്. പ്രഭാഷകൻ 3-ാം അധ്യായം 12-ാം വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.